മുലയൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാറുണ്ടോ? ദേഷ്യം, സങ്കടം എല്ലാം കൂടെ ഒരുമിച്ച് വരാറുണ്ടോ? ഇതേക്കുറിച്ച് മറ്റാരോടെങ്കിലും തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത് നിന്റെ തോന്നലാണെന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇതെല്ലാം വെറും തോന്നലാണെന്നുള്ളത്? എങ്കിൽ ഇത് വെറും തോന്നലല്ല. ലോകത്തിലെ 5 മുതൽ 15% മുലയൂട്ടുന്ന അമ്മമാർ കടന്നു പോകുന്ന ഡിസ്ഫോറിക് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. എന്താണ് ഡിസ്ഫോറിക് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹായ് ഓൾ, ഐ ആം വിന്ധ്യ, ലാക്ടേഷൻ കൗൺസിലറാണ്. DMER, ഇതിലെ ഓരോ വാക്കിലുമുണ്ട് ഇതിൻ്റെ അർത്ഥം. ഡി അഥവാ ഡിസ്ഫോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥത, സംതൃപ്തിയില്ലായ്മ എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. MER അഥവാ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത് മുലപ്പാൽ ഇറങ്ങുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന പ്രതികരണം, അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്നും പറയാറുണ്ട്. പലരും തെറ്റിദ്ധരിക്കാറുള്ളത് പോലെ ഇത് പ്രസവാനന്തര വിഷാദമോ ആങ്സൈറ്റി ഡിസോർഡറോ ഒന്നുമല്ല. കാരണം ഈ നെഗറ്റീവ് ഇമോഷൻസ് പാലിറങ്ങി വരുന്ന സമയത്ത് മാത്രമാണ് പൊതുവെ കാണാറുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ചുരത്തുന്ന സമയത്ത് ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നീ ഹോർമോണുകളുടെ അളവിൽ വ്യതിയാനം വരാറുണ്ട്. ഈ സമയത്ത് ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽ ഗുഡ് ഹോർമോണിൻ്റെ പെട്ടെന്നുള്ള കുറവാണ് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവാൻ കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഇമോഷൻസ് സാധാരണയായി 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് നേരമേ നീണ്ടു നിൽക്കാറുള്ളൂ. ഓരോ അമ്മമാരിലും ഓരോ രീതിയിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുള്ളത്. ചിലർക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുക, അല്ലെങ്കിൽ ദേഷ്യം, സങ്കടം, വെറുപ്പൊക്കെ തോന്നും. ചിലർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ഒന്നുമില്ല എന്നുള്ള പേടി തോന്നുക. ചില അമ്മമാർക്ക് ഇത് വളരെ ലൈറ്റായിട്ടും മറ്റു ചിലർക്ക് കുറച്ചും കൂടെ തീവ്രതയോടുകൂടെയും ഇത് വരാറുണ്ട്. പ്രസവാനന്തരം ആദ്യത്തെ ആഴ്ചകളിലാണ് ഇതിൻ്റെ കാഠിന്യം കൂടുതലായിട്ടും അമ്മമാർക്ക് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ഡിസ്ഫോറിക് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടോ ഒരു ഡോക്ടറോടോ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കാവുന്നതാണ്. ഉറക്കമില്ലായ്മ, കഫീൻ്റെ അമിതമായ ഉപയോഗം ഇവയൊക്കെ ഇതിൻ്റെ കാഠിന്യം കൂട്ടും. കൂടാതെ മുലയൂട്ടുന്ന സമയത്ത്, അതെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സിൻ്റെ സമയത്താണല്ലോ ഈ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രാക്ഷൻ ഈ അവസ്ഥയെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് പാട്ട് കേൾക്കുകയോ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നതോ ഏതെങ്കിലും ബുക്ക് വായിക്കുന്നതൊക്കെ ഈ സമയത്തെ എഫക്റ്റീവായിട്ട് മറികടക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.